ഹായ് അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖല്ലേ? അപ്പം നമുക്ക് കുറച്ച് കൊടുമ്പുളി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കൊടുമ്പുളി എന്ന സാധനം. ഇപ്പം ചില ആൾക്കാരൊന്നും ഇത് കണ്ടിട്ടുണ്ടാവില്ല. അത് നമ്മൾ കറിയിലിടൂലേ പുളിക്ക്. നല്ല സാധനമായിട്ടത്. ശരീരവേദന, മുട്ടുവേദന, അങ്ങനെ വേദനകളുള്ള ആളുകൾക്കൊക്കെ നമ്മളെ മറ്റേ പുളി ഉണ്ടല്ലോ, വാളംപുളി. ആ വാളംപുളി ഉപയോഗിക്കുന്ന പോലെ ഇത് ഉപയോഗിച്ചാൽ വേദനകൾക്കൊക്കെ നല്ല ആശ്വാസം കിട്ടും കേട്ടോ. വാളംപുളി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വേദന കൂടുകയാണ് ചെയ്യുക കേട്ടോ പറയും എല്ലാവരും. അപ്പം നമ്മളെ വീട്ടിലും ഉണ്ട് കേട്ടോ ഒരു കൊടുമ്പുളി മരം. അപ്പോൾ അതിൽ വീണിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള കൊടുമ്പുളിയാണിത്. പിന്നെ ഈ കൊടുമ്പുളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മഴക്കാലത്താണ് ഉണ്ടാവുക. ഈ പെരും മഴ പെയ്യുന്ന സമയത്തായിരിക്കും ഇത് വീണ് കിടക്കുക. അപ്പോൾ ഇത് എല്ലാവർക്കും ഉണക്കിയെടുക്കാൻ നല്ലൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു സാധനം വെയിലത്തിട്ടാലും ഉണങ്ങും കേട്ടോ. അപ്പോൾ മഴക്കാലം ആകുമ്പോൾ വെയിലുണ്ടാവില്ല. പിന്നെ ഇത് ഉണക്കിയെടുക്കുന്ന രീതി എന്ന് പറയുന്നത് പുക തട്ടിച്ചിട്ടാണ് ഉണക്കിയെടുക്കുക. അപ്പോൾ നമുക്കറിയാം എല്ലാവരുടെ വീടുകളിലും നല്ല വീടാണ്, എല്ലാവർക്കും നല്ല അടുപ്പൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ആൾക്കാരൊന്നും അടുപ്പിലൊന്നും കത്തിക്കൂല. അപ്പോൾ എല്ലാവരും ഗ്യാസൊക്കെ അല്ലേ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മളെ പണ്ടത്തെ അടുപ്പുണ്ടല്ലോ, പുകയുള്ള അടുപ്പ്, അതാണെങ്കിൽ നല്ല സുഖമാട്ടോ. അടുപ്പിൻ്റെ മുകളിൽ ഒരു കമ്പിമ കോർത്തിട്ട് കെട്ടി കൊടുത്താണ്ടല്ലോ ഈസി ആയിട്ട് ഉണങ്ങി കിട്ടും കേട്ടോ. ഇല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ പാക്കിട്ടിട്ട് അതിൻ്റെ മേലെ ഇട്ട് കൊടുത്താലും മതിയേ. അപ്പം ഞാൻ എന്താ ചെയ്യണമെന്നറിയോ, കൊടുമ്പുളിയൊക്കെ വെള്ളത്തിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട്, മണലൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കുരുവൊക്കെ കളഞ്ഞിട്ട് ഈ ഒരു വലുപ്പത്തിൽ പീസാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ എല്ലാതും. എന്നിട്ട് നമ്മൾ ഒരു ചെറിയ ഐഡിയ ഉപയോഗിച്ചിട്ട് ഇത് ഉണക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം നമ്മളെ വീട് കുറച്ച് പഴയ വീടൊക്കെയാണ്. അപ്പോൾ പിന്നെ അടുപ്പിൽ കത്തിക്കാൻ ചിമ്മിനിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അടുപ്പിൽ കത്തിക്കാൻ മടിയൊന്നുമില്ല. നമ്മളെല്ലാതും അടുപ്പിലാട്ടിട്ടാക്കാറ്. അപ്പോൾ ഇതുപോലെ നമ്മളെല്ലാ കൊടുമ്പുളിയും നല്ലപോലെ കഴുകി മണ്ണൊക്കെ കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് വെള്ളം ഒന്ന് വാർന്ന് പോകാൻ വേണ്ടിയിട്ട് ഓട്ടപാത്രത്തിൽ ഇട്ടുവെച്ചതാ കേട്ടോ. ഇനി നമ്മൾ അടുപ്പൊന്ന് കത്തിച്ചെടുക്കണ്ടേ. അടുപ്പ് കത്തരുതിട്ട് പോയാനേ പാടുള്ളേ. അപ്പം നല്ല വീടാകുമ്പോൾ അടുപ്പൊക്കെ പുകയുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മളത് പഴയ വീടായതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, പുക വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു ചെറിയ നെറ്റ്, ഈ നെറ്റ് ഉണ്ടല്ലോ നമ്മളെ കോഴിക്കൂടിൻ്റെ വാതിലുണ്ടായിരുന്നു കേട്ടോ. ആ വാതിൽ ഒഴിവാക്കിയപ്പോൾ അതിൽ അടുത്ത നെറ്റാണിത്, കണ്ടല്ലേ ഈ നെറ്റ്. ഇനി ഈ നെറ്റ് വെച്ചിട്ട് ഇതുപോലെ കേട്ടോ കമിഴ്ത്തി വെച്ചെടുക്കുക കേട്ടോ. തീ കത്തരുതേ, ഞാൻ തീ കെടുത്തി കൊടുക്കണ്ടേ. ഇതിപ്പോൾ കാറ്റിട്ടിയപ്പോൾ ഒന്ന് കത്തിയതാണ്. തീ കത്തി കഴിഞ്ഞാൽ നമ്മളെ കൊടുമ്പുളി കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ കത്തിക്കരുതേ, ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ കൊടുമ്പുളിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ആരും കളയണ്ട കേട്ടോ, നല്ല സാധനമാണ്. ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ വിറകടുപ്പ് കത്തിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഒരു പേപ്പർ വിരിക്കുക കേട്ടോ. അതുകൊണ്ട് ആ പേപ്പറിലേക്ക് ഇതേപോലെ അരിയരുത്, ഞാൻ ചെയ്ത പോലെ ഈ വലുപ്പത്തിൽ കട്ട് ചെയ്തത് കേട്ടോ. അതിന്മേൽ ഉണ്ടല്ലോ ഓരോരോ അടയാളങ്ങൾ കാണുന്നില്ല, ചെറിയ വര, ആ ഒരു വര കണക്കാക്കിയിട്ട് ചെറുതാക്കിയിട്ട് അരിയുക. എന്നിട്ട് പേപ്പറിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ പേപ്പറിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യുക അറിയോ, നമ്മളെ അടുപ്പും ഇതിനൊന്നും പിന്നെ കറ പിടിക്കില്ല കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ മുറിച്ച് പാട് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ അടുപ്പത്തൊക്കെ കറ വരും കേട്ടോ. ഇതിന് കറൻ്റെ. അപ്പോൾ പേപ്പറിൽ ഒരു ദിവസം ഇട്ടാൽ മതി. കറയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങനെ സ്റ്റീലും ഇട്ട് കൊടുക്കാം കേട്ടോ. കാസ്റ്റ് ആണെങ്കിൽ അതിന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാതും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പുക തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ഉണങ്ങി കിട്ടുക. തീ കത്തിക്കരുത് കേട്ടോ, തീ ഞാൻ ഇപ്പോൾ കെടുത്തി കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ.